ഈ ഓണം കളറാക്കാനായിട്ട് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മൾ മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഹരീഷ് കണാരൻ്റെ ഫാമിലിയാണ്. നമസ്കാരം. നമസ്കാരം. 10 വർഷം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. 10 എന്നാ മജയാ. ഈ സുന്ദരക്കുട്ടപ്പനെ ഇഷ്ടം തോന്നാൻ കാരണം എന്തുവാ? ഇടയ്ക്ക് ചെറിയ കുരുത്തക്കേടൊക്കെ ഉണ്ട്, അതിന് ഭയങ്കരമായിട്ട് എതിർക്കും. എന്നാലും 10ാം ക്ലാസ്സിൽ തോറ്റ ഒരു വ്യക്തി ഇന്ന് മലയാളികളുള്ള നാട്ടിലെല്ലാം അറിയാം. ടോട്ടൽ SLC മാർക്ക് കൂട്ടിയാൽ എനിക്ക് എത്ര മാർക്കുണ്ട് അറിയാം? 96 മാർക്കേ ഉള്ളൂ. അപ്പൊ അത്രയും പഠിക്കുമായിരുന്നു. ഒരു സിനിമാ നടനായില്ലായിരുന്നെങ്കിൽ എന്തായിട്ട് മാറിയേനെ? സിനിമ നടനായില്ലെങ്കിൽ ഞാൻ ഇവിടെ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകും, അങ്ങനെ എന്തൊക്കെ ഓട്ടോ ഓടിക്കും, അങ്ങനത്തെ പരിപാടി ചെയ്യുന്ന ആദ്യം. ഓട്ടോ ഒക്കെ ഓടിച്ചിട്ടുണ്ട്. പിന്നെ ചില മാസം നമ്മൾ പീടികയിലൊക്കെ പൈസ കൊടുക്കാനില്ലാതെ ടെൻഷൻ അടിക്കും. ആകെ 1500 2000 കൊടുക്കാൻ ഉണ്ടാവുള്ളൂ ഈ സാധനം വാങ്ങിയ പൈസ. പക്ഷെ അത് കൊടുക്കാൻ ഉണ്ടാവില്ല. അത് കിട്ടുന്നത് 300 രൂപയാണ്. ഈ 300 രൂപ എങ്ങനെ വേണ്ടി ഞങ്ങൾ കൊയിലാണ്ടിയിൽ നിന്ന് മുച്ചുകുന്നിന്ന് കോഴിക്കോട് വരെ നടന്നുണ്ട്. ഇനി ഒരു ടാസ്കിലേക്ക് പോകട്ടോ. ഒരക്ഷരം ഞാൻ പറയും, ബാക്കി എന്ത് ചോദിച്ചാൽ അക്ഷരം വെച്ചാൽ പറയാവുള്ളൂ. അച്ഛന്റെ പേരെന്തുവാ? അച്ഛൻ്റെ പേര് മധു. അമ്മയുടെ പേര്? മൃദുല. കൂട്ടുകാരുടെ പേര്? മൃളാങ്കൻ. ചേച്ചി, എന്താണ് ഈ ഓണത്തിന് പറയാനുള്ളത്? ഓണത്തിന് എല്ലാവർക്കും ഓണാശംസകൾ. എന്നാ ചോദ്യമാണ് നീ ചോദിക്കുന്നതെന്നാ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ ഓണം കളറാക്കാനായിട്ട് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മൾ മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഹരീഷ് കണാരൻ്റെ ഫാമിലിയാണ്. നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ ഹരീഷ് ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്ത്. വൈഫ് സന്ധ്യ, മോൻ ധ്യാൻ ഹരി, മോള് ധ്വനി. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. ആദ്യം തന്നെ ഹരീഷ് ചേട്ടാ, ഈ ഓണത്തിന് ഒരു സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയിപ്പം ഈ ഒത്തൊരുമയെന്ന് പറയുന്നത് ഇതാ കേട്ടോ. ഇത് എവിടുന്ന് കിട്ടി ഈ ഡ്രസ്സ്? ഇത് നമ്മളെ പാഷാണം ഷാജിയേട്ടല്ലേ, മൂപ്പരെ ഒരു ഷോപ്പ്, മറ്റേ നമ്മളെ പെരുമ്പാവൂര് നടന്മാരൊക്കെ പോയി മഞ്ജു ഫാഷൻസ്. അപ്പം ഞങ്ങൾ മനോരമന്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണം പറയുമ്പോൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയിട്ട് ചെയ്ത. അടിപൊളി മുട്ടായിയുടെ കവർ പോലെ ഇരിക്കുന്നത്. ചേച്ചി, എന്താണ് ഓണവിശേഷം? ഓണത്തിന് നല്ല വിശേഷം. നല്ല ഓണമാണ് അല്ലേ? ഈ ഹരീഷേട്ടനൊക്കെ ഈ ഓണത്തിന് കിട്ടാറുണ്ടോ സാധാരണ? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടില്ല, ഓസ്ട്രേലിയയിലായിരുന്നു. ഹരീഷേട്ടൻ ഓസ്ട്രേലിയയിലും. ആ കഥ എന്തുവാ? ഞാൻ ഓസ്ട്രേലിയയിൽ, ഞാൻ 22 ദിവസം ഓസ്ട്രേലിയയിലായിരുന്നു. ഓണത്തിൻ്റെ ഒരു 8 ദിവസം മുന്നേ പോയിട്ട് ഓണം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഓണത്തിൻ്റെ അന്ന് അവിടെ നമ്മൾ ഓണത്തിന് സദ്യ, നമ്മൾ വിചാരിക്കല്ലേ ഇവിടെയാണ് സദ്യ, ഏത് വീട്ടിൽ ചെന്നാലും സദ്യ ആയിരിക്കും. ഓസ്ട്രേലിയ ഇല്ല സദ്യ. തിരുവോണത്തിൻ്റെ അന്ന് ഞാനവിടെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വിളിച്ചപ്പം പറഞ്ഞ് ഇവർക്ക് ഇങ്ങനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അപ്പം ഞാൻ ഓസ്ട്രേലിയയിലും ഇവിടെ ഹോസ്പിറ്റലിലും. അങ്ങനെ നമ്മൾ അവിടുന്ന് അറിയുന്ന ഡോക്ടർമാരെയൊക്കെ ഇങ്ങോട്ട് അവിടുന്ന് വിളിച്ച് ഡോക്ടർ പറഞ്ഞു, ഹരീഷ് ഒന്നും ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾക്ക് ഇവിടെ ഇല്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ ബേബിയിൽ എത്ര ദിവസം, 3 ദിവസം ബേബിയിൽ അഡ്മിറ്റായി. അപ്പം ഞാൻ വരുമ്പോൾ സെറ്റായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രോഗ്രാമും ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ ഇതും കൂടി ആകുമ്പോൾ ഭയങ്കര ടെൻഷനാണല്ലോ. വിഷമം ഉണ്ടായിരുന്നോ? ഭർത്താവ് ഓസ്ട്രേലിയയിൽ, ഞാൻ ഹോസ്പിറ്റലിലോ? വിഷമമുണ്ട്. സാധാരണ എല്ലാ ഓണത്തിനും ഇവിടെ ഉണ്ടാവുന്നതാണ്, വീട്ടിലുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇല്ലായിരുന്നു, അതിന്റെ വിഷമത്തിലായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഹോസ്പിറ്റലിലായപ്പോ പിന്നെ മൊത്തം വിഷമായല്ലോ. കാരണം ഓണത്തിന് ഞങ്ങളിവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, കുടുംബക്കാർ എല്ലാവരും ഒരുമിച്ച് ഇവിടെയാണ് ഓണം ആഘോഷിക്കുകയല്ല. നമ്മളെ ഫ്രണ്ട്സും ഒക്കെ വരും. അപ്പോൾ അവരൊക്കെ ഉണ്ട്, ഞാൻ മാത്രമല്ല. അതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് സദ്യ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അലർജി പോലെ വന്നിട്ട് ഹോസ്പിറ്റലായി. ഹരീഷേട്ട, അതുപോലെ തന്നെ ഹരീഷേട്ടൻ്റെ വീട്ടിൽ ഒരു തവണ ഒരാൾ വന്നാൽ പിന്നെ ജീവിതത്തിൽ ആ വീട്ടിൽ നിന്ന് പോകത്തില്ല. അതും നമ്മൾ ഇരിക്കുന്ന വീട്ടിൽ അത്രയും ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന, ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നേരത്തെ മുതൽ. നേരത്തെ മുതലെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് അതെപ്പോഴും എന്താണെന്ന് വെച്ചാൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക, കൊടുക്കുക, അങ്ങനെയുള്ളൊരു കാരണം. എപ്പോഴും കുക്ക് ചെയ്യും, ഞാൻ കുക്ക് ചെയ്യും.
ഇവളൊന്ന് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അപ്പം ഒരു ഒഴിവുള്ള ദിവസം ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇവിടെ കൂടും, ഇവിടെ വരും, ഭക്ഷണം കഴിക്കും. അപ്പം അതൊരു രസം. ആര് വന്നാലും ഭക്ഷണം കഴിക്കാതെ വിടില്ല. ഈ നമ്മുടെ തന്നെ മിലീനത്തിന്റെ ഒരു പടക്ക സാധനം വരാൻ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം അരീഷയുടെ വീട്ടിൽ വന്നപ്പം ചേച്ചി ഫുഡ് ഉണ്ടാക്കുന്നു, അരീഷയുടെ ഷൂട്ടില്ല, എനിക്ക് വെള്ളം വേണമെന്ന് ചോദിക്കുന്നത് എനിക്കെന്നല്ല ഇവിടെ വരുന്ന എല്ലാവർക്കും. അപ്പം ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, അരീഷേട്ടൻ ഈ വീട് ഷൂട്ടിന് റെന്റിന് കൊടുക്കുന്നതാണോ എന്ന്. ആ മനുഷ്യൻ അങ്ങനെ അല്ലടാ, ആര് വന്നാലും ചേച്ചിയും അരീഷേട്ടനും അത് ഇങ്ങനെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ഇത് കൊടുക്കാനും ഒരു മനസ്സ് വേണമല്ലോ. ആ അതെന്താ, നമ്മളൊരാൾ വന്നിട്ട് ഫുഡ് കഴിക്കാതെ പോയില്ല, ആകെ ഒരു വിഷമാണ്. അതെ, അപ്പൊ എനിക്ക് ഫുഡ് ഉണ്ട് ഇന്ന്. അപ്പൊ എന്താന്ന് വെച്ചാല് അതൊരു നമ്മളെ കോഴിക്കോട്ടുകാരൊരു രീതിയായിരിക്കും എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ കോഴിക്കോട് അങ്ങനെ ഒരു ഇതുണ്ട്, ആര് വന്നാലും സൽക്കരിക്കാന്നുള്ള കോഴിക്കോട് ഒരു പ്രത്യേക അതുണ്ട്. അപ്പം ഇവിടെ പിന്നെ ടോവിനോ വന്നിട്ടുണ്ട്, ടോവിനോ, സിദ്ദിഖ് സാറ്, അങ്ങനെ ഒരു മാമുക്കോയ, ജയസൂര്യ, അങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഷാഫി സാറ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ്, ആൽവിൻ ആന്റണി, പിന്നെ നമ്മളെ പഴയ പിന്നെ മിലൻ ജലീൽക്ക, അങ്ങനെ ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം പിന്നെ സിദ്ദിഖ പറഞ്ഞ ഹരീഷിന്റെ വീട്ടിൽ പോയിട്ട് കോഴിക്കോട് മാമുക്കോയൻ ഒഴിച്ച് ബാക്കി എല്ലാം കറി വെച്ചിട്ടുണ്ടെന്നാണ്. അത്രയും വിപുലമായിട്ട് ഉണ്ട്. അപ്പം അതൊരു നമുക്കൊരു സംതൃപ്തിയാണ്. ഒരാൾ വന്ന് നമ്മൾ അത്രയും നമ്മൾ ചെയ്തു, നമുക്ക് അത് നമ്മൾ ഇവിടെ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ്. കാരണം പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാതെ, പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങിക്കൊടുക്കലതിന് അർത്ഥമില്ലല്ലോ. അത് എത്ര പേരുണ്ടെങ്കിലും കുക്ക് ചെയ്യും. നേരത്തെ പറഞ്ഞാൽ എന്തായാലും കുക്ക് ചെയ്യും. ഈ ഷൂട്ട് ഇന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ വരുന്നുണ്ടെന്ന്. പിന്നെ അല്ല, അതെന്താ കാരണം വെച്ചാല് അല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഡ്രസ്സൊന്നും ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇതൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് ഇന്ന് ഫുഡ് ഉണ്ടാക്കിയില്ല, പക്ഷെ ഫുഡ് തരും. ഉറപ്പായിട്ടും സിനിമ ജീവിതവും ഫാമിലി ജീവിതവും ഓക്കെ. ഈ മക്കളെ ആണെങ്കിലും ഭാര്യയാണെങ്കിലും സിനിമ ഷൂട്ടാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഇത്രമേൽ ചേർത്ത് പിടിക്കുന്ന ഒരു നടൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹരീഷ് കണാരനാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സത്യം? അല്ല, അത് ഒന്ന് എനിക്ക്, ഞാൻ ചെറുപ്പത്തിൽ ഒരു 2ാം ക്ലാസ് പഠിക്കുമ്പോൾ അമ്മ മരിച്ചു പോയതാണ്. പിന്നെ അച്ഛൻ വേറെ കല്യാണം കഴിച്ച്, അച്ഛനും ചെറിയമ്മയും അങ്ങനെ. അപ്പം പിന്നെ കുറച്ചു കാലം അവരെ കൂടി. അത് കഴിഞ്ഞിട്ട് ഞാൻ മാമൻ്റെ വീട്ടിലാണ് കുറേ കാലം താമസിച്ചതും. അവിടെ നിന്നാണ് ഇവളെ പ്രേമിക്കുന്നതും കല്യാണം കഴിക്കുന്നതും ഒക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, 10 വർഷം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു, 10 വർഷം എന്നാ മജയാ. 10 വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷം. 18 വർഷം, അടിപൊളി അടിപൊളിയാ. ഈ കല്യാണത്തിന് ഒരു തടസ്സം ഉണ്ടായിരുന്നോ പ്രേമിക്കുമ്പോൾ? കല്യാണത്തിന് തടസ്സം എന്ന് പറയാനൊന്നുമില്ല. എന്റെ ജോലി സംബന്ധമായ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഞാനിവിടെ 350 റുപ്യക്ക് മിമിക്രി കളിച്ച് നടക്കുന്ന സമയത്താണ് ഇവിടെ പ്രേമിക്കുന്നത്. 10ാം ക്ലാസ് തോറ്റതാണ്. 2ാമത്തെ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഇവിടെ പ്രേമിച്ച് പരീക്ഷ എഴുതിയില്ല. SSLC ബുക്ക് സ്കൂളിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ ഈ കോമഡി ഫെസ്റ്റിവലിൽ വന്ന് ക്ലിക്കായിട്ട് പാസ്പോർട്ട് എടുക്കാനാണ് 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ SSLC ബുക്ക് പോയി വാങ്ങുന്നത്. എന്നാ വേണോ അതിനപ്പുറം അല്ലേ, തോറ്റതിനല്ല. അപ്പം SSLC ബുക്കിൽ ടോട്ടൽ SSLC മാർക്ക് കൂട്ടിയാൽ എനിക്ക് എത്ര മാർക്ക് ഉണ്ട് അറിയാം? 96 മാർക്കേ ഉള്ളൂ ടോട്ടൽ മൊത്തത്തിൽ. അപ്പൊ അത്രയും പഠിക്കുമായിരുന്നു. അത്രയും പഠിക്കുമായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ഈ SSLC സ്കൂളൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും പഠിക്ക് പോവുക എന്നൊക്കെയുള്ള മിമിക്രി അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പം ഞാൻ ദേവനും ഞാനും ഒരുമിച്ച് സ്കൂളിൽ ഒരു ക്ലാസ് പഠിച്ചതാണ്. അതും 96 അന്നും. ദേവരാജനല്ല, അല്ലല്ല, ദേവൻ അത് കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ കോളേജിലൊക്കെ പോയി. അപ്പൊ പിന്നെ ഞാൻ കോളേജ് കണ്ടത് ദേവൻ ഗുരുവായൂരപ്പൻ കോളേജിൽ ഓരോ പ്രോഗ്രാമിന് എന്നെ വിളിക്കും. അങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഈ SSLC കഴിഞ്ഞ് ഞാൻ സിനിമ ഓപ്പറേറ്റിങ്ങിന് കുറേ കാലം മാങ്കാവ് അശോകിൽ. അപ്പോൾ സിനിമയോടുള്ളൊരു ആഗ്രഹമാണ്. അപ്പം സിനിമ ഓപ്പറേറ്റിങ്ങിന് പോയി. അവിടെ 1.5 കൊല്ലം 2 കൊല്ലത്തോളം അവിടെ അസിസ്റ്റൻ്റ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്ത്. പിന്നെ സിനിമ ഓടിക്കാനൊക്കെ പഠിച്ച്. അപ്പോൾ പിന്നെ അതിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ SSLC പാസ്സാവണം. ആ SSLC പാസ്സാവാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രസ് കോളേജിൽ ട്യൂഷന് വന്നത്. ആ ട്യൂഷന് വന്നതാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ കാരണം ആദ്യം ഇഷ്ടം തുറന്നു പറഞ്ഞ ആരാ? അത് ഞാനായിരിക്കില്ല. ഞാൻ 6 മാസം പിന്നാലെ നടന്നുണ്ട്. അപ്പൊ 6 മാസം ഒരു മറുപടി ഇല്ലായിരുന്നു? മനസ്സിലുണ്ടായിരുന്നോ അതോ പറയാനായിരുന്നോ?
ഇതൊക്കെ ഞാൻ പറയണപ്പോ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലെന്നാ പറയേച്ചി. അല്ല, ആദ്യം ഒരാള് പെട്ടെന്ന് ഒരാള് വന്ന് ഇഷ്ടം പറയുമ്പോ ഇഷ്ടം തോന്നൂലല്ലോ. അതെ. പിന്നെ പിന്നെ അങ്ങനെ ഇഷ്ടായി. ഈ സുന്ദരക്കുട്ടപ്പനെ ഇഷ്ടം തോന്നാൻ കാരണം എന്തുവാ? പാവാന്ന് തോന്നിട്ട്. ഇത് സത്യവും കേട്ടോ, ഈ സൈസേ ഉള്ളു കേട്ടോ ഹരീഷ് ചേട്ടാ, ഉള്ളിലൊന്നുമില്ല. കുറച്ചൊക്കെ ജാടയാവത്തില്ലേ? അല്ല, എന്നെ പുറമെ കണ്ട എല്ലാരും പറയും ഭയങ്കര ജാടയാണ്. അത് പറയൂ. സംസാരിക്കൂല അധികം. പണ്ടും അങ്ങനെയാണോ? പണ്ട് അത് നടനായതിനു ശേഷമുള്ള മാറ്റമാണോ? പണ്ടേ സംസാരിക്കാത്ത ആളാ. ഈ സംസാരിക്കാത്ത ഹരീഷ് കണാരന് 10 കൊല്ലം പുറകെ നടന്ന് എങ്ങനെയാ സ്നേഹിച്ചത്? പ്രേമിക്കുന്നതിന് സംസാരം വേണോ ഹരീഷ് ചേട്ടാ? അന്ന് കത്തിലൂടെയായിരുന്നു. അന്ന് ഫോണൊന്നുമില്ല, മൊബൈലില്ല, കത്തയെന്ന്. കത്തൊക്കെ എളുപ്പഴും സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ. അത് ഇടയ്ക്കിടയ്ക്ക് പറയും, ഇതൊക്കെ എന്തിനാ ഇനി ഇപ്പൊ പിന്നെ സൂക്ഷിച്ചു വെക്കുന്നത്. എഴുതിയതിൽ എന്തായിരുന്നു? കത്തിലെഴുതിയതോ? കത്തിലെഴുതിയത് കോമഡിയാ. ഇത് ഇങ്ങനെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ആണ് എഴുതുന്നത്, ഈ കത്താരെയും കാണിക്കരുതെന്ന്. അതിപ്പോ ഫസ്റ്റ് എഴുതിയാലല്ലേ ഞാൻ കാണിക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ആണ് ഞാൻ എല്ലാരെയും കാണിച്ചിട്ട് അത് വായിക്കാൻ തുടങ്ങി. ഈ ആക്ടർ ഹരീഷ് കണാരൻ അല്ലാത്തൊരു വീട്ടിലെ ഹരീഷ് കണാരൻ എന്താണ്? നോക്കി പേടിപ്പിക്കല്ലേ കേട്ടോ. നല്ല ഭർത്താവാണ്. അച്ഛനല്ലേ? ഇനി മക്കള് പറ. നല്ല ഇത് നിന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണോ? ഈ സ്കൂളിലൊക്കെ പോകുമ്പോ ഫാൻസുകാരുണ്ടോ? എന്റെ അച്ഛൻ സിനിമ നടനാണ്. കൊറേ വീട്ടിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഹരീഷ് കണാരന്റെ മോനെ സിനിമ കാണാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അച്ഛന്റെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാ? ഇഷ്ടപ്പെട്ട സിനിമ പറഞ്ഞാല് ചിക്കാരി ശംഭു ഭയങ്കര ഇഷ്ടം. ഓക്കെ. പിന്നെ ഷൈലോക്ക് പറഞ്ഞ സിനിമ, മമ്മൂക്കയുടെ അതൊക്കെ ഇഷ്ടം. ഞാനിപ്പം വീട്ടിൽ വന്നപ്പോ ഫോട്ടോ നോക്കിയപ്പം മമ്മൂക്കൊക്കെ എടുത്ത് പൊക്കിയിട്ടുണ്ട്. അന്ന് എന്ത് പ്രായം ഉണ്ടായിരുന്നു? 2 വയസ്സ്. 2 വയസ്സ്. അപ്പൊ മക്കള് 2 നടന്മാരെ എല്ലാവരും മിക്കതും കണ്ടോ? കണ്ടിട്ടുണ്ട്. കാരണം ഞാന് ബിജു മേനോന്റെ മറ്റേ മരുഭൂമിയിലാണ് ബിജുവേട്ടന്റെ പടം. ആ സമയത്ത് മുതൽ, അന്ന് ഇവൻ ചെറുതാ, ആ സമയത്ത് മുതൽ ലൊക്കേഷനിൽ കൊണ്ടുപോയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത പടം നേരെ കിങ് ലെയർ ദുബായിലായിരുന്നു. ദുബായിൽ ഇവരെ 2 കൊണ്ടുപോയി. അന്ന് മോളില്ല, 1 മാസം ദുബായിൽ. അങ്ങനെ ഇവൻ സ്കൂളിൽ പോണ അതുവരെ എല്ലാ ലൊക്കേഷനിലും ഇവർ 2 പേരും ഞാൻ കൊണ്ടുപോയിരുന്നു. എത്ര ദിവസം ഷൂട്ടുണ്ടോ അത്ര ദിവസം വരെ കൊണ്ടുപോയി. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിലെ അനുഭവം? ലൊക്കേഷനിൽ നമ്മള് തീരെ പ്രതീക്ഷിക്കാത്തല്ലേ, കൊറേ ആൾക്കാരെ കണ്ട്, നടന്മാരൊക്കെ നമ്മള് ചെറുതാകുമ്പോഴേ കാണുന്ന ആൾക്കാരൊക്കെ നേരിട്ട് കാണുമ്പോ ഭയങ്കര സന്തോഷല്ലേ. കല്യാണം കഴിച്ചില്ലായിരുന്നു വലിയ നഷ്ടമല്ലായിരുന്നോ? ആണ്. ഹരീഷ് ചേട്ടൻ എന്ത് തോന്നുന്നു? അല്ല, ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഒരു പക്ഷേ ഒരു സിനിമാ നടനായില്ലായിരുന്നെങ്കിൽ എന്തായിട്ട് മാറിയേനെ? സിനിമ നടനായില്ലെങ്കിൽ ഞാൻ ഇവിടെ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകും, അങ്ങനെ എന്തൊക്കെ ഓട്ടോ ഓടിക്കും, അങ്ങനത്തെ പരിപാടി ചെയ്യുന്ന ആദ്യം. ഓക്കെ. ഓട്ടോ ഒക്കെ ഓടിച്ചിട്ടുണ്ട്? പിന്നെ ഇവിടെ ഞാൻ കുറെ എൻ്റെ ഓട്ടോയിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ? അമ്പലത്തിൽ ഓടിയിട്ടൊക്കെ കൊണ്ട്. അപ്പോഴെങ്കിലും ചേച്ചി ചിന്തിച്ചിരുന്നു, ചേച്ചി ഇന്നല്ലെങ്കിൽ നാളെ ഒരു നടനാവും എന്റെ ഭർത്താവെന്ന്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യേ പറയായിരുന്നു നടനാവാൻ ഇഷ്ടാണെന്ന് പറയും, പക്ഷെ അതിപ്പോ എങ്ങനെ വരും എന്നുള്ളത് അറിയില്ലല്ലോ. ആവൂലയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരാള് ഭയങ്കരമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചാല് അത് നടക്കും എന്നുള്ളതൊരു ഇതാണ്. ചേച്ചി സപ്പോർട്ട് കൊടുത്തിരുന്നോ? സപ്പോർട്ടല്ലേ. പിന്നെ അതെന്താന്ന് വെച്ചാല്, ഇപ്പം ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ടീച്ചർ എന്താവാൻ ഓരോരുത്തരോടും ചോദിച്ചു എന്താവാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് സിനിമാ നടനാവാനാണ് ആഗ്രഹം. പിന്നെ ഞാൻ ഇവളുടെ അടുത്തൊക്കെ ഇങ്ങനെ കത്തിലൊക്കെ പറയും എങ്ങനെയെങ്കിലും ഒന്ന് സിനിമയിൽ അഭിനയിക്കണം എന്ന്. അത് ഭയങ്കര ഒരു, പക്ഷെ ഞാൻ എങ്ങനെ അഭിനയിക്കുന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് തന്നെ അറിയില്ലേ, എന്താണ് ആഗ്രഹം. പിന്നെ പ്രോഗ്രാം ചെയ്യുന്ന അത്യാവശ്യം ഇവിടെ നാട്ടിൻപുറത്തൊക്കെ മിമിക്രിയൊക്കെ അവതരിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ 1-2 പരിപാടിയൊക്കെ പൊട്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. പല സ്ഥലത്തും പ്രോഗ്രാമൊക്കെ പൊട്ടിയിട്ട് ഞങ്ങൾ മറ്റേ ശ്രീനാരായണ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം വെച്ചിട്ട്, ഞാൻ വേറൊരു നമ്മളിപ്പോൾ ഈ കണാരോടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട് പ്രദീപ് ലാലിൻ്റെ ടീമിൽ ഇന്നെ വെച്ചിട്ട് പോസ്റ്ററൊക്കെ വെച്ച്, അപ്പം വേറൊരു കലാഭവൻ ആനന്ദൻ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് കലാഭവനിലെ ഒരു ചങ്ങായി വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതല്ല ഒന്നും കൂടി മുകളിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരെ കൂടെ അങ്ങോട്ട് പോയി, ഇത് ഒഴിവാക്കിയിട്ട്. അങ്ങനെ ഇവരൊരു ഉദ്ഘാടന പ്രോഗ്രാം വെച്ച് ശ്രീനാരായണ ഓഡിറ്റോറിയത്തിൽ. ആ പ്രോഗ്രാമിന് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയ സ്കിറ്റാണ് ഞാൻ അവിടെ കൊണ്ടുപോയി കളിക്കുന്നത്. എൻ്റെ അമ്മോ, ഞാൻ ഇവളെ വീട്ടുകാരൊക്കെ ഇവർക്ക് പാസ് കൊടുത്തിട്ട് ഇവളെ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ട്, ചേച്ചി അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്.
ഞാനാണെങ്കിൽ ഈ പ്രദീപ് ലാലും ടീമും മൊത്തം അവിടെ വന്നിട്ട് ഇവരെങ്ങനെയോ ഉള്ളിൽ കയറി. ഞാൻ വരെ കണ്ടു. ഞാൻ പറഞ്ഞു ഒരിക്കലും അവരെ ഉള്ളിൽ കയറ്റരുത്, മൊത്തം പണി വാളി പോകുന്നു. പ്രദീപ് ലാലും ടീമും ഉള്ളിൽ കയറിയിട്ട് അന്ന് മറ്റേ കുടത്തിൻ്റെ ഉള്ളിൽ കൈയിട്ട് കുടുങ്ങിപ്പോണ ഒരു സ്കിറ്റൊക്കെ ഉണ്ട്. ഇവർ ഇവിടുന്ന് വിളിച്ച് പറയും ഇതപ്പം കുടത്ത് കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ ദൂരം കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് മൊത്തം നശിപ്പിച്ച് ആൾക്കാർ മൊത്തം എണീറ്റ് പോയി. പരീക്ഷയുടെ 8 നില പൊട്ടി. 8 നില പൊട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ നാട്ടുകാരെയൊക്കെ ആ പ്രോഗ്രാമിന് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി കൊണ്ടുപോകാൻ ബംഗാളികളെ ഉള്ളായിരുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ എനിക്ക് 4-5 ദിവസത്തേക്ക് ഞാൻ ഈ ഏരിയയിലേക്കേ വന്നില്ല. ആകെ ചമ്മലായി. ഇവിടെ വന്ന് പിന്നെ അതിൻ്റെ ശേഷം വന്നപ്പോൾ ഇവിടെ വേറെ എൻ്റെ പണിക്ക് പോയി കഴിഞ്ഞാൽ മിമിക്രി ആയിട്ട് നടക്കുന്നത് എന്നൊക്കെ പറയും. എന്തോ വരയ്ക്കുക എന്നല്ല കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ആകെ പ്രശ്നം. എന്നാലും പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പണിക്ക് അതിൻ്റെ ഓഫ്സെറ്റ് പ്രിൻറ്റിങ് പഠിക്കാൻ വേണ്ടി പോയി. അത് കുറച്ചൊരു 2-3 മാസം അവിടെ നിന്ന്. എന്നാലും മിമിക്രി തന്നെയാണ് ഉള്ളിലുണ്ട്. അവിടെ നിന്ന് ചാടിപ്പോന്ന്. അങ്ങനെ പിന്നെ ഒരു ബ്രോക്കർ ഓഫീസിൽ പണിക്ക് പോയി. ബ്രോക്കർ ഓഫീസിൽ ഫോൺ അറ്റൻഡ് ചെയ്യുക പണി. അങ്ങനെ രാവിലെ 8 മണിയാകുമ്പോൾ പോയി ഓഫീസ് തുറക്കുകയൊക്കെ വേണം. ഒരു ദിവസം ഞാൻ ഇതേപോലെ വൈകുന്നേരം എന്ത് ചെയ്യും, പ്രോഗ്രാം ബാപ്പുട്ടി മുഖദാർ എന്ന് പറഞ്ഞ നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇയാളെ ഒരു സ്ഥലത്ത് നിന്ന് പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ ഓപ്പറേറ്റിങ്ങിന് പോയി. അവിടെ നിന്ന് തിയേറ്ററിൽ നിന്ന് നമുക്കൊരു പടം കാണാൻ വന്ന സമയത്ത് ഈ ടോക്കീസിൽ നിന്ന് പരിചയപ്പെട്ട് കമ്പനിയായി. അങ്ങനെ ഇയാളെ കൂടെ പ്രോഗ്രാമിന് പോലെ പൈസ ഒന്നും കിട്ടൂല. അങ്ങനെ ഇയാളെ കൂടെ പ്രോഗ്രാമിന് പോയിട്ട് ഞാൻ താക്കോൽ ഇവിടെ വന്ന് കുളിച്ച് താക്കോൽ എടുക്കാൻ മറന്നുപോയി. രാവിലെ പുലർച്ചയ്ക്ക് വന്ന് കുളിച്ച് നേരെ ചാവി എടുക്കാതെ ഈ ഓഫീസ് തുറക്കാൻ 10-11 മണിയാകുമ്പോൾ ഫോണിങ്ങനെ അടിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പല കച്ചവടത്തിൻ്റെ അതും ഇതൊക്കെ ആയിട്ട് ഇയാൾ വന്ന് തുറന്ന് അപ്പോഴൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഓഫീസ് തുറന്നില്ലല്ലോ. ഈ ഫോണൊക്കെ പാടെ എറിഞ്ഞ് പൊട്ടിച്ച് ദേഷ്യം പിടിച്ചിട്ട് ഉള്ള പൈസയൊക്കെ വാരി വലിച്ച് എറിഞ്ഞ് ഞാനൊന്നും വേണ്ടിയില്ല. എന്തോ മിണ്ടാനല്ലേ. അന്ന് പിറ്റേന്ന് രാവിലെ ആ ചാവി അവിടെ കൊണ്ടു കൊടുത്ത് ഞാൻ ഇല്ല കേട്ടോ ഇനിയെന്ന് പറഞ്ഞു ഇറങ്ങി. പിന്നെ ഞാൻ ഉറച്ച ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്, ഓട്ടോ ഓടിക്കൽ. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നിർത്തി പോവാം. പരിപാടി നമ്മളതാണല്ലോ, ഒരു കുഴപ്പമില്ല. അതിലാണ് ഇവളെ പിന്നെ ഞാൻ SLC എഴുതാതെ നിന്ന് കഴിഞ്ഞ് ഇവള് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആ സമയത്തൊക്കെ ഞങ്ങളെ പ്രേമം കണ്ടിന്യൂ പോകുന്നുണ്ട്. ഞാൻ ഈ ഓട്ടോ ഓടിക്കൽ ഇതൊക്കെ ആയിരുന്നു നടക്കുന്നുണ്ട്. അപ്പം ഇവള് പറയും ഓരോ കല്യാണാലോചന വരുന്നുണ്ട്. പിന്നെ ഇവളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുടക്കും. അങ്ങനെ അവസാനം പിന്നെ കാരണം ഒന്നുമില്ല, ഇവളെ ചേച്ചി ഇവിടെ ഇങ്ങനെ ഇതിലെ സ്കൂളിലേക്ക് പോകും. ചേച്ചി ടീച്ചറാണ്. അപ്പം ഞാൻ ഒരു കലിങ്കുണ്ട്, അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടാവും. തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ എത്തുന്നുണ്ടാവും. കാരണം 10 മണിക്ക് സ്കൂളിൽ പോയിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെ കല്യാണം കഴിച്ചു വരും? ഒരു ഭാഗത്ത് ന്യായമുണ്ട്. കാരണം എങ്ങനെ വിടും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് അമ്മേൻ്റെ കുറച്ച് സ്ഥലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് അവിടെ കുറച്ച് സ്ഥലം കൊടുത്തിട്ട് ഇവിടെ ഒരു വീട് വെച്ച് അന്ന്. എന്നിട്ടും എനിക്ക് വിശ്വാസമില്ല ഞാൻ വീട് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അന്നത്തെ ഒരു പ്രായത്തിൽ ഒരു 3 ലക്ഷത്തിന് സ്ഥലം വിറ്റിട്ട് വീടുണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇതിൻ്റെ ഫുൾ പണി എടുപ്പിച്ച് ഈ വീടല്ല, ആദ്യത്തെ ചെറിയ ഇവിടെ തന്നെ ഈ നിലത്തിൻ്റെ പണി, ഈ മതിൽ, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഞങ്ങൾ 2 മാത്രം ഇവിടേക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇനി ഇവർക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ ഈ മിമിക്രി, ഈ പെയിൻറ്റിങ്, മിമിക്രി ഇല്ലാത്തപ്പോൾ പെയിൻറ്റിങ്ങിന് പോകും. അങ്ങനെ ആണ് ജീവിച്ചു പോയത്. കാരണം ഒരു മാസം ചില മാസം നമ്മൾ പീടികയിലൊക്കെ പൈസ കൊടുക്കാനില്ലാതെ ടെൻഷൻ അടിക്കും. ആകെ 1500-2000 കൊടുക്കാൻ ഉണ്ടാവുള്ളൂ ഈ സാധനം വാങ്ങിയ പൈസ. പക്ഷെ അത് കൊടുക്കാൻ ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ ഇവിടെ എന്തെങ്കിലും ചെറിയ ഗോൾഡോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വെച്ചിട്ട്, കാരണം നമുക്ക് മോശമല്ല, ഇവർ ചോദിക്കാൻ തുടങ്ങുമ്പം അങ്ങനെ വെക്കും. പിന്നെ ഇവള് മറ്റേ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ പോകലുണ്ട്. ഭാര്യയും കലാകാരിയാ. അപ്പം അതിനൊക്കെ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം ഇത് അടുത്ത് കഴിഞ്ഞാൽ ആ സമയത്ത് പോവാൻ നമ്മൾ ബസ്സിനൊക്കെ കയറി ഒരു റൂമൊക്കെ എടുത്ത് നിന്ന് വരുമ്പോൾ കുറച്ച് പൈസയാവും. അന്ന് ടെൻഷൻ അതെങ്ങനെ അപ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടെന്ന്. എന്നാലും 10ാം ക്ലാസ്സിൽ തോറ്റ ഒരു വ്യക്തി ഇന്ന് മലയാളികളുള്ള നാട്ടിലെല്ലാം അറിയാം. ഒറ്റ പേര് ഹരീഷ് കണാരൻ. ശരിക്കും ഒന്നും ചിന്തിക്കുമ്പോൾ ഈ വന്ന യാത്ര, വന്ന വഴി എന്ന് പറയുന്നത് പൊട്ടി വീണ് മുളച്ചതല്ല സിനിമയിലോട്ടാണോ? ഒന്നുമല്ല. ഞാനായാലും നിർമ്മലായാലും ദേവൻ, ഞങ്ങളെല്ലാവരും, കാരണം ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ വണ്ടി കിട്ടൂല. ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് നേരം വെളുപ്പിച്ച് എത്രയോ ഓണവും വിഷുവും കാരണം നേരം വെളുക്കിന് വരെ വണ്ടി കിട്ടാൻ വേണ്ടി ഇരുന്നിട്ട് പുലർച്ചയ്ക്കൊക്കെ ഇവിടെ വന്ന്
അന്ന് വൈകുന്നേരം പിന്നെ പ്രോഗ്രാം എടുക്കും. എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് സദ്യ കഴിച്ച് തിരിച്ച് പ്രോഗ്രാമിന് പോകും. കാരണം അന്ന് പ്രോഗ്രാം ചെയ്താൽ ഓണത്തിൻ്റെ ഈ 10 ദിവസമാണ്. ഞാൻ എത്രയോ പ്രാവശ്യം മാവേലിയായിട്ടുണ്ട് പല അസോസിയേഷൻ്റെ പരിപാടിക്ക്. ലയൺസ് ക്ലബ്ബ് ഇവരൊക്കെ അസോസിയേഷൻ ഇവർ ഇങ്ങനെ സദ്യ കഴിക്കുമ്പോൾ നമ്മൾ മാവേലിയായിട്ട് അതിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ ഇവരൊന്ന് സന്തോഷിപ്പിക്കാൻ എത്രയോ പോയിട്ടുണ്ട്. കാരണം അന്ന് ഈ 10 ദിവസത്തിലാണ് കുറച്ച് പൈസ കിട്ടുക ഓണത്തിന്. ഈ 10 ദിവസത്തെ പൈസയ്ക്ക് വേണം ഓണം ആഘോഷിക്കാൻ. അങ്ങനെയൊക്കെ എത്രയോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പോയ പരിപാടിയിൽ ആരെങ്കിലും പൈസ തരാൻ തേച്ചിട്ടുണ്ടോ? അന്ന് പൈസ തരാതെ ചെറിയ പൈസയല്ലേ കിട്ടുന്നുള്ളൂ. 250 റുപ്യ 300 റുപ്യ. കാരണം ഈ 300 റുപ്യ കിട്ടിയിട്ട് ഇത് വേറെ എന്തേ വണ്ടി വിളിച്ച് വരാൻ പറ്റൂല. അത് കിട്ടുന്ന 300. അത് കിട്ടുന്ന 300 റുപ്യാണ്. ഈ 300 റുപ്യ എങ്ങനെ വേണ്ടി ഞങ്ങൾ കൊയിലാണ്ടിയിൽ നിന്ന് മുജുകുന്ന് കോഴിക്കോട് വരെ നടന്നിട്ടുണ്ട്. ഞാനും നിർമ്മലും ദേവനും ഒക്കെ. അത് നടക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു വെള്ളിയാഴ്ച വരും. അന്ന് കോഴിക്കോടുള്ള ഒരാൾ ഒരിക്കലും സിനിമയിൽ എത്തൂല എന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ. അന്ന് എപ്പോഴും സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കലാഭവനിൽ വന്ന് കൊച്ചിൻ കലാഭവൻ മിമിക്രി എന്ന് പറഞ്ഞാൽ മിമിക്രീൻ്റെ എൻഡ് കലാഭവനാണ്. അതെ, കലാഭവനിൽ വന്നാലേ ഉള്ളൂ നമുക്ക് സിനിമയിൽ കയറാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ട്. പക്ഷെ കലാഭവൻ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അതാണ് സ്ഥിതി. പക്ഷേ അവരൊക്കെ കൂടെ ഇപ്പം എത്രയോ പ്രോഗ്രാം ചെയ്ത് നസീർ ഖാൻ്റെ കൂടെയും അന്നത്തെ നമ്മളിങ്ങനെ ഹിറ്റ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഇവരെ പ്രോഗ്രാം കാണാൻ ആഗ്രഹിച്ച പല ആൾക്കാരാണ്. കോട്ടയം നസീർ ഖാൻ മുതൽ ഒരുവിധം എല്ലാവരും, നവാസ്ക, അങ്ങനെ എല്ലാവരും. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ അവരെ കൂടെയൊക്കെ എത്രയോ പ്രോഗ്രാം ചെയ്ത് ഞാൻ അമ്മ ഷോ പണ്ട് ഇവിടെ അമ്മ ഷോ കോഴിക്കോട് സ്റ്റേഡിയത്തിൽ വന്നിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോസ്റ്റിൻ്റെ മേലെ കൂടി കയറിയിട്ട് ഒരു മതിലിൻ്റെ മുകളിൽ കയറി എന്നിട്ട് എത്രയോ ലോങ് കണ്ടിട്ടുണ്ട്. ആ അമ്മ ഷോയിൽ ഞാൻ 6 or 7 അമ്മ ഷോ ചെയ്ത്. അടിപൊളി അടിപൊളി. അതൊക്കെ വളരെ സന്തോഷമല്ലേ. എന്തോ വേണം. ഹലോ, സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോദിക്കുമോ അച്ഛനോടൊരു ഫോട്ടോ എടുക്കണം ഞങ്ങൾക്കൊന്നൊക്കെ പറയോ കൂട്ടുകാര്? മോക്ക് എന്തോ ഏറ്റവും വലിയ ആഗ്രഹം? ഡോക്ടർ ആവണം. അടിപൊളി. മോനോ? കളക്ടർ. എന്നാ വേണം? വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്, കളക്ടറുണ്ട്, ഒരു ആക്ടറുണ്ട്. ചേച്ചി അഭിനയിക്കും ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ചേച്ചി? ഞാൻ അഭിനയിക്കൂല. ഇല്ല, ഞാൻ പക്ഷെ കേട്ടിട്ടുണ്ടല്ലോ ഹരീഷ് ചേട്ടാ. ഇല്ല, അഭിനയിച്ചില്ല. പാട്ട് മ്യൂസിക്കോട് 10-18 വർഷമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റുഡൻസ് ഇവിടെയൊക്കെ ഞങ്ങളുടെ സംസാര ഏരിയകളായിരുന്നു ഇതൊക്കെ. കാരണം ഇവിടെയൊക്കെ പാട്ട് പഠിപ്പിക്കാൻ വരുന്ന അവിടെയൊക്കെ ഈ വളവിലൊക്കെ നിന്നിട്ട് ഞാൻ സംസാരിക്കല്. അപ്പോൾ ഇവിടുന്ന് പോണ ഓരോരുത്തരോട് എൻ്റെ അടുത്ത് പറയും, ഹരീഷേ മതി, ഇനി ഇവളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവര്, കുറേ കാലായില്ല ഈ സംസാരം. അങ്ങനെ ഒരുമിച്ചായി അല്ലേ? ഇനി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്. അംബമാ മവസദാ ജനനി महिषासुर सूदनी अम्बमा मवसदा जननी महिषासुर सूदनी अम्बमा मवसदा जननी महिषासुर सूदनी अम्बमा മവസദാ ജനനി. ഓ അടിപൊളി, കൈയടിക്കുക. അമ്മ പാട്ടൊക്കെ പാടിത്തരുവോ? ഇവര് പാട്ട് പഠിക്കാൻ തുടങ്ങി. പാട്ട് പഠിക്കാൻ തുടങ്ങി? അല്ല, ഇവർക്ക് ഒന്ന് പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മുതൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പൊ വീട്ടിൽ അഭിനയിക്കുന്നവരുണ്ട്, പാട്ട് ഒരു ട്രൂപ്പ് തുടങ്ങാനുള്ള ടീമുണ്ടല്ലേ? ട്രൂപ്പ് തുടങ്ങാനുള്ള ടീമുണ്ട്. ഓക്കെ. ഇവനെ അഭിനയിക്കാൻ ഇഷ്ടമാണ്. നമ്മളെ കണാരോണത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? അപ്പം പ്രേക്ഷകർ കണാരനോണം കാണണമല്ലേ? പരീക്ഷ എന്താണ് പ്രേക്ഷകരോട് പറയുള്ളത്? പറയാം. അല്ല, ഈ ഓണത്തിന് നമ്മൾ മില്ലേനിയ ഓഡിയോസ് സ്പെഷ്യലായിട്ട് കണാരോണം. അപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നിർമ്മലുണ്ട്, നമ്മളെ പിന്നെ പാഷാൺ ഷാജിയുണ്ട്, ധർമ്മജനുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ സാധാരണ നമ്മൾ ആനുകാലിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പരിപാടിയാണ് കണാരോണം. ഈ തിരുവോണത്തിൻ്റെ അന്ന് അത് റിലീസ് ചെയ്യും. അപ്പോൾ എല്ലാവരും അത് കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും. കാരണം ആ ഒരു കണാറിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല പ്രേക്ഷകർക്ക് അല്ലേ? മോൻ അഭിനയിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയിച്ചപ്പോ പിന്നെയും
അഭിനയിക്ക് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നേനും തോന്നുന്നു. അച്ഛൻ്റെ അല്ലേ മോൻ, അവസരങ്ങളൊക്കെ ഇനിയും കിട്ടും. അച്ഛനെപ്പോഴും ഒരു നടനാവോ? കളക്ടറിന്റെ കൂടെ നടനും ആകാം, കുഴപ്പമില്ലല്ലേ? അപ്പൊ ഹരീഷ് ചേട്ടാ ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം ഈ ഓണത്തിന് എനിക്ക് ഞാൻ കുറെ നാളായിട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു ഹരീഷേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കും. ഇപ്പൊ 2 ഇന്റർവ്യൂ ആയി. 2 ഇന്റർവ്യൂ, അതൊരു സർപ്രൈസ് ആണ്. അതെ, ശരി. ഇനി ഒരു ടാസ്കിലേക്ക് പോകട്ടോ. ഫസ്റ്റ് ചേച്ചിയും തുടങ്ങാം. ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പം ഹരീഷേട്ടനെ പറ്റി പൊക്കി പറയുക, അതായത് നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു കലാകാരനാണ്. ഞാൻ സ്റ്റോപ്പ് എന്ന് പറയും, ഇത് നേരെ തിരിച്ചു പറയുക. റെഡി? അപ്പം സ്റ്റാർട്ട്. കള്ളത്തരല്ലല്ലോ, ഇതൊക്കെ സത്യല്ലേ? സത്യമായിട്ട് പറഞ്ഞ പോരെ? മതി മതി, പറഞ്ഞോ. റെഡി, സ്റ്റാർട്ട്. നല്ല ഭർത്താവാണ്, നല്ല കലാകാരനാണ്, നല്ല അച്ഛനാണ്, പിന്നെന്താ നല്ല ക്ഷമയുള്ള ആളാണ്. സ്റ്റോപ്പ്. നെഗറ്റീവ് പറഞ്ഞാല് വൃത്തി കൂടുതലാണ്, പക്ഷെ അത് നെഗറ്റീവ് അല്ല. ചില സമയം എനിക്ക് നെഗറ്റീവായിട്ട് തോന്നലുണ്ട്. കാരണം എപ്പോഴും നമുക്ക് ഒരേപോലെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. ഇനി അടുത്ത ഹരീഷ് ചേട്ടൻ, സ്റ്റാർട്ട്. നല്ല ഭാര്യയാണ്, മക്കളെ നല്ല രീതിക്ക് നോക്കും, മക്കൾ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യും. ഞാൻ അങ്ങനെ, കാരണം സ്കൂളിൽ പോകേണ്ട ഒരുവിധം ഞാൻ രാവിലെ എണീറ്റ് അങ്ങനെ സഹായിക്കൽ പരിപാടികളൊന്നുമില്ല. ഒന്നെങ്കിലും നാളികേരം ചിരകും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികളേ ഉള്ളൂ. സ്റ്റോപ്പ്. പിന്നെ എനിക്ക് ഇടയ്ക്ക് ചില കുരുത്തക്കേടൊക്കെ ഉണ്ട്, അതിന് ഭയങ്കരമായിട്ട് എതിർക്കും. ഇനി മക്കളാണ്, അമ്മയെ പറ്റിയും അച്ഛനെ പറ്റിയും പറയണം. റെഡി? എനിക്ക് കുറച്ച് പറയാനുണ്ടെന്ന്. സ്റ്റാർട്ട്. നല്ല അച്ഛനാണ്, അമ്മ ഞങ്ങൾ നല്ല നോക്കും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. എന്താണ് അച്ഛൻ നോക്കൂല? അച്ഛൻ നോക്കും, രണ്ടാളും സപ്പോർട്ടാണ്. ഓക്കെ, സ്റ്റോപ്പ്. എനിക്ക് വൃത്തി കൂടുതലാണ് അച്ഛന്. പിന്നെ വേറെ ഒന്നും പറയാനില്ലല്ലേ? ഇനി വേറൊരു ടാസ്ക് തരാം ഹരീഷ്, എന്നെ പറ്റി. റെഡി? സ്റ്റാർട്ട്. ഞാൻ എൻ്റെ കുറേ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പം നല്ല അവതാരകനാണ്, നല്ല രീതിക്ക് ഒരാളോട്. കാരണം നമുക്ക് ഇങ്ങനെ പോണ ചോദ്യങ്ങളല്ല, കറക്റ്റ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, പറയാൻ എളുപ്പമാണ്. പിന്നെ എന്നാ ചോദ്യമാണ് നീ ചോദിക്കുന്നതെന്നാ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലേ? നമ്മൾ അല്ലാതെ പറയുമ്പോൾ ആക്ഷൻ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഞാൻ അതേ അങ്ങ് ഒരു നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഗെയിമിൽ കളിച്ച് വന്ന് എന്നെ പൊക്കി പറയില്ല അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ടാസ്ക് ആണേ. ഒരക്ഷരം ഞാൻ പറയും, ബാക്കി എന്ത് ചോദിച്ചാലും അക്ഷരം വെച്ചാൽ പറയാവുള്ളൂ. ആദ്യത്തെ അക്ഷരം. ഓക്കെ, റെഡി അല്ലേ? ആദ്യത്തെ അക്ഷരം ആ. അച്ഛൻ്റെ പേരെന്തുവാ? അമ്പാൻ. ഓ, അമ്മയുടെ പേര്? അമ്മിണി. ഓക്കെ, വീട് എവിടാ? ആലപ്പുഴ. എന്തുവാ കഴിച്ചത്? അപ്പം. ഇവിടെ ഇത് ഐറ്റവും കേട്ടോ ഇത്. വീട്ടിൽ ആരൊക്കെയോ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയത്തി. ഓക്കെ, ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അർത്തിൽ പറമ്പ. ഓക്കെ, അടിപൊളി. അവൻ അടിപൊളിയായിട്ട് ചെയ്തു. അടുത്ത മോളാണേ. റെഡി? ഏതക്ഷരം വേണം? സാ. പേരെന്തുവാ? അച്ഛന്റെ പേരെന്തുവാ? അമ്മയുടെ പേര്? ഓക്കെ, ഇഷ്ടപ്പെട്ട ഫുഡ് എന്തുവാ? അടിപൊളി അടിപൊളി അടിപൊളി. അടുത്ത ഹരീഷേട്ടാ, റെഡി? അക്ഷരം മാ. അച്ഛന്റെ പേര്? അച്ഛൻ്റെ പേര് മധു. അമ്മയുടെ പേര്? മൃദുല. ഇഷ്ടപ്പെട്ട സിനിമ? മാനത്തെ കൊട്ടാരം. ഇഷ്ടപ്പെട്ട ആഹാരം? മാമ്പഴ പുളിശ്ശേരി. പോകാൻ ഇഷ്ടമുള്ള സ്ഥലം? മധുര. കൂട്ടുകാരുടെ പേര്? മൃളാങ്കൻ. ഓക്കെ, ഇനി ചേച്ചിയാണേ. അക്ഷരം പ. അച്ഛന്റെ പേര്? പത്മനാഭൻ. അമ്മയുടെ പേര്? പാർവതി. ഇഷ്ടപ്പെട്ട സ്ഥലം? പാലക്കാട്. ഇഷ്ടപ്പെട്ട ആഹാരം? പായസം. കൂട്ടുകാരുടെ പേര്? പാർവതി, പൂർണിമ. ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാ? പാലക്കാട്. ഇഷ്ടപ്പെട്ട സിനിമ? കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും അപ്പൊ ഇതിൽ വിജയിച്ചതാരാ? അടിപൊളി അടിപൊളി. നമ്മുടെ ഒരു സമ്മാനമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഹരീഷേട്ട, ഈ ഓണം നിങ്ങളോട് നമ്മൾ കളറാക്കി. അവസാനം ഒരു ചോദ്യം. ഇപ്പൊ സിനിമകളിൽ വരുന്നു, കുറച്ച് ജാടയാകാം, അല്ലെങ്കിൽ ഒരു സിനിമാടനായി, ഒരു വീടായി, ഒരുപാട് ബന്ധങ്ങളായി. എന്തുകൊണ്ട് പഴയ ഒരു ജീവിത രീതിയിൽ നിന്ന് മാറാതെ
പഴയ സ്നേഹബന്ധം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു? അല്ല അതല്ലേ നമ്മൾ സാധാരണ രീതിക്ക് വന്ന് അതൊന്ന് പിന്നെ എന്ത് ഒരു അഹങ്കാരമൊക്കെ ആവത്തില്ലേ ഒരു നടനല്ലേ? സിനിമാ നടൻ ഒക്കെ അത് നമ്മളെ ജോലിയല്ലേ. Okay. നമുക്ക് കിട്ടിയ ഒരു അവസരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റി, ഉപയോഗിച്ചാൽ നമ്മൾ വിജയിച്ചു. ഭയങ്കര വിജയിച്ചെന്നല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് ഇതായി, ക്ലിക്കായി. അതിലിപ്പോൾ നമ്മൾ അഹങ്കാരം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഇത്രയും ഇത് തന്നതിന് ദൈവത്തിനോട് നന്ദി പറയില്ലേ. തീർച്ചയായിട്ടും അത് അഹങ്കരിക്കല്ല വേണ്ട. എന്നാലും ഹരീഷേട്ടാ ഈ ഒരു സ്നേഹം അങ്ങോട്ടും പോട്ടെ കേട്ടോ, കാരണം ഞങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ചേച്ചി എന്താണ് ഈ ഓണത്തിന് പറയാനുള്ളത്? ഓണത്തിന് എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ ഈ ഓണത്തിന് ഒരേ ഡ്രസ്സ് ഇട്ടു, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? നാളെ ഇനി ഓണമാണ്. നാളെ വൈകുന്നേരം പ്രോഗ്രാം ഉണ്ട് ഓക്കെ, ബീച്ചിൽ, കോഴിക്കോട് ബീച്ചിൽ. പിന്നെ മറ്റന്നാൾ മലപ്പുറത്ത് പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞ് എറണാകുളത്തുണ്ട്. അപ്പം ഇപ്രാവശ്യം അങ്ങനെ കുറച്ച് 2-3 പ്രോഗ്രാം എടുത്ത് പിന്നെ കണാരോണം റിലീസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതൊരു വെയിറ്റിംഗ് ആണോ? അതൊരു കാരണം എന്നെ ഫസ്റ്റ് ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന ആളാണ് രാജീവ് ബിഫോർ യു. ഓക്കെ. ഫസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത് ഒരു ആൽബത്തിലാണ്, അരിമുല്ലപ്പൂവേ എന്നരികെ എത്തുമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബത്തിൽ രാജീവാണ് ഫസ്റ്റ് എന്നെ വിളിച്ചത്. ജയേന്ദ്ര ശർമ്മ, നമ്മളെ ഇതിലിപ്പം ചീഫ് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത ജയേന്ദ്ര ശർമ്മയാണ് അന്ന് അതിൻ്റെ ഡയറക്ടർ. അപ്പം രാജീവ് പെട്ടെന്ന് വിളിച്ചിട്ട്, എടാ ഈ പാലയിലേക്ക് വരണം, കോട്ടയം പാല. ഞാൻ പറഞ്ഞു എറണാകുളം വരെ കണ്ടില്ലേ, പിന്നെ ഞാൻ എങ്ങനെ പാലയിലേക്ക് വരും? അല്ല ഈ വന്നേ പറ്റൂ, അവിടെ വന്ന് KSRTC ഇന്നെ അതിൽ കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശരി, ഞാൻ ബസ്സൊക്കെ കണ്ടു വെച്ച് എന്തോ ഒന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ കോട്ടയം പാല ബസ് പോയി, ഞാൻ എറണാകുളം ബസ് കയറി. കുറേ എത്തിയപ്പം പറഞ്ഞ ഒരു പാലാന്ന്. ഏട്ടാ അത് പാലയ്ക്ക് പോലും, അത് എറണാകുളം വരെയേ പോകുള്ളൂ. ആകെ ടെൻഷനായി. ചോദിച്ചപ്പം രാജ്യം പറഞ്ഞു, എടാ ഈ ഒരു കാര്യം എറണാകുളം ഇറങ്ങിയിട്ട് മറ്റേ ബസ് മാറി കയറിക്കോ. അങ്ങനെ പിന്നെ അവിടെ എത്തി, രാവിലെ ഷൂട്ട്. അപ്പോൾ രാവിലെ എന്നോട് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, അവിടെ ബുഫേ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഒരു റിസോർട്ടിലാണ് ഷൂട്ട്. അപ്പം ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പം ഒരാർട്ടിസ്റ്റ്, അപ്പം എനിക്ക് ഇയാളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഞാൻ കഴിച്ച്, നിങ്ങളെ ഞാൻ എവിടെയോ ഒന്ന് കണ്ടു പരിചയമുണ്ടല്ലോ. ഞാൻ ചെറുതായിട്ട് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്, എൻ്റെ പേര് സ്ഫടികം ജോർജ്. അതാണ് എൻ്റെ തുടക്കം, അവിടെ നിന്നാണ് തുടക്കം. അപ്പോൾ അതുകൊണ്ട് രാജീവിൻ്റെ ആയിട്ടുള്ളൊരു വർക്ക് എനിക്ക് എപ്പോഴും, നമ്മൾ കൊറോണ സമയത്ത് കുഞ്ഞേന്തിനി അകരം എന്ന് പറഞ്ഞിട്ട് 2 ചെറിയ ഇത് മില്ലേനിയത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും കുഴപ്പമില്ലാത്ത ഇതിലിങ്ങനെ, അപ്പോൾ രാജീവ് ഒരു ഡയറക്ടർ ആവണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. നല്ലൊരു ഡയറക്ടർ, നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ള അതിൻ്റെ ഒരു തുടക്കമാവട്ടെ. കഴിഞ്ഞ കാലം സംഭവിക്കട്ടെ അല്ലേ? ഈ ഹരീഷേട്ടൻ്റെ ജീവിതത്തിലെ സിനിമ അഭിനയത്തില് ഏതെങ്കിലും കഥാപാത്രങ്ങളോ നാട്ടുമ്പുറങ്ങളിലെ ആളുകളെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. കാരണം അതാണ് കാണാറ്. കാരണം ഞാൻ അങ്ങനെ കുറേ പ്രായമുള്ള വാച്ച് ചെയ്യുന്ന, നമ്മൾ ഈ പീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കുറേ വർത്തമാനങ്ങളൊക്കെ പറയുന്ന ആൾക്കാരെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു കണാറിൻ്റെ ഒരു കാലിൻ്റെ ഒരു ഇങ്ങനെയുള്ളൊരു ഇത്, പിന്നെ ഇങ്ങനൊരു കയ്യിൻ്റെ ഒരു ഇത്, പിന്നെ വളരെ സ്ലോയിൽ അങ്ങനത്തെ രീതി പിടിച്ചത് കൊണ്ടായിരിക്കും അത് ക്ലിക്കായത്. പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ ആദ്യമായിട്ട് പ്രായമായ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് കണാരെന്ന്, അതൊരിക്കലും ക്ലിക്കാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം ഇപ്പം അത് വന്ന സമയത്ത് പിന്നെ എല്ലാവരും പറഞ്ഞു ഹരീഷിൻ്റെ അച്ഛൻ്റെ ഒരു സ്റ്റൈലാണ് എടുത്ത്, അച്ഛനെ പോലെ തോന്നുന്നുണ്ട് നിൻ്റെ. അത് അച്ഛൻ ഇങ്ങനെ കുറച്ച് തമാശക്ക് പറയുന്നു, ഭയങ്കരമായിട്ട് പഴയ കഥകളും അതും ഇതും അച്ഛനായിട്ടിരിക്കും ഭയങ്കര രസമാണ്. അപ്പം ഈ ഇങ്ങനെ നമ്മൾ നന്നായി ഒന്ന് സെറ്റായ സമയത്ത് അച്ഛൻ ഉണ്ടായില്ല, അച്ഛനും ഉണ്ടായില്ല, അമ്മയും ഉണ്ടായില്ല, അവർക്ക് കാണാൻ സാധിച്ചില്ല. ഈ ഇന്നും 2026 കാലഘട്ടം എത്ര പിന്നിട്ടാലും ഈ കണാരൻ, ജാലിയൻ കണാരൻ എന്ന് പറയുന്നത് പുറത്തിറങ്ങുമ്പോൾ ആളുകൾ ഇന്നും പറയുന്നുണ്ടോ? കാരണം ഇപ്പം ഞങ്ങൾ 2 കൂടി നടക്കാൻ പോണ സമയത്ത് ഇവളിനോട് പറയാ, നിങ്ങളെ ഹരീഷ് എന്നുള്ള പേരേ, കാരണം എല്ലാവരും കണാരേട്ട ഹരീഷ്, അങ്ങനെ ഒരു ഹരീഷ് എന്നുള്ള പേരിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ഒരു കണാരൻ കൂടിച്ചേർന്ന് വരുമെന്ന് വിചാരിക്കണേ ഇല്ലല്ലോ. അതെ. ആദ്യം ഹരീഷ് പെരുമണ്ണ എന്നുള്ള ചെറിയ പ്രോഗ്രാം ചെയ്യുമ്പോൾ പെരുമണ്ണയെന്ന്, അതിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ പേര്, ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടറിൻ്റെ ഒരാളെ പേര് കയറി വന്ന്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഹരീഷ് എന്നുള്ള സാധനം എല്ലാവരും കണാരേട്ട, നമ്മളെ കണാരേട്ട തൈല പോകണ്ട കേട്ടോ, അതേ പറയുന്നുള്ളൂ. അത്രയും ജനപ്രേക്ഷകരുടെ മനസ്സിൽ ആ ഒരു കഥാപാത്രം ഇടം നേടി. അതോടൊപ്പം ഒരു സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ കഴിവിനാണോ ബന്ധത്തിനാണോ പൈസക്കാണോ വാല്യൂ? രണ്ടും വേണം.
ബന്ധങ്ങളും വേണം. ബന്ധം വേണം. പിന്നെ ബന്ധം വേണം. നമ്മളെ ബന്ധം നിലനിർത്തണം സിനിമയിൽ. അതില്ലെങ്കിലും നമുക്ക് കുറേ സാധനങ്ങൾ നമ്മൾ ഓർക്കുമല്ലോ. പിന്നെ അഥവാ ഓർക്കും എഴുതുന്ന സമയത്ത് പലരും ആ ക്യാരക്ടർ ഹരീഷിനെ കൊണ്ട് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ റൈറ്റർ തന്നെ നമ്മൾ വിളിക്കും, ഹരീഷിനെ വെച്ചിട്ടാണ് എഴുതിയത്. അല്ലാതെ ബന്ധങ്ങൾക്കും ഭയങ്കര പ്രാധാന്യമുണ്ട്. ഈ ലക്കിന് ഫാക്റ്റ് ഉണ്ടോ? ലക്കിനും തീർച്ചയായിട്ടും. അല്ലാതെ ഞാനിവിടെ ഇരിക്കുമല്ലോ. അല്ല, അത് കഴിവുണ്ടില്ലെന്നൊന്നുമല്ല, ഭാഗ്യം വേണം എന്തായാലും. കാരണം ഒരിക്കലും ഈ പെരുമണ്ണ നാട്ടിൻപുറത്തുള്ള ഞാൻ ഈ പെരുമണ്ണ അംശം ദേശത്തിൽ ഒരാളും വിചാരിച്ചില്ല ഞാൻ സിനിമയിലെത്തി, ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ഞാനിവിടെ സാധാരണ പോലെ അത്ര ഭയങ്കര മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നല്ല, ഞാൻ ഭയങ്കര കഴിവുള്ള കലാകാരനൊന്നല്ല. അപ്പോൾ ഒരു ലക്കല്ലേ, അത് ഒരു ഭാഗ്യമല്ലേ. അതെ. അപ്പം എന്തായാലും ആ ഒരു കണാറിനെ ഓണത്തിന് തിരിച്ചു കൊണ്ടുവരികയാണ്. ഫാമിലിക്ക് എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും. നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് എന്താ പറയുള്ളത് പറയാം. അപ്പോൾ ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, കണാറോണം കാണുക. അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.